الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, റഹ്മാനായ റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഉടനീളം എല്ലാ മേഖലകളിലും റബ്ബിൻ്റെ എല്ലാ വിധിവിലക്കുകളും പേടിച്ചുകൊണ്ട് വലിപ്പമുള്ള ഏറ്റവും പ്രാധാന്യമുള്ള മഹത്വമുള്ള ദിവസം അത് യൗമുൻ നഹറിന്റെ ദിവസമാണ്, അഥവാ ബലിപെരുന്നാളിന്റെ ദിവസമാണ്. എന്താണ് അതിനുള്ള കാരണം? ഇസ്ലാമിന്റെ രണ്ട് ആഘോഷങ്ങൾ, ഈദുൽ അൽഹയും ഈദുൽ ഫിത്തറും, ഈ രണ്ട് ആഘോഷങ്ങളും നമ്മളിലേക്ക് ചേർന്ന് വരുന്നത് നരകമോചനത്തിന് ശേഷമാണ്. റമദാന്റെ കാര്യമാകട്ടെ, റമദാനിൽ ഒരു മാസം മുഴുവനും നരകമോചനത്തിനുള്ള അവസരമാണ്. ഈദുൽ അൽഹയെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ 9 യൗമ അറഫ എന്ന പേര് അറിയപ്പെടുന്ന ആ ദിവസം നരകമോചനത്തിന്റെ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമമാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ മോചിപ്പിക്കുന്ന ദിവസം അത് ദുൽഹിജ്ജ 9 യൗമ അറഫയുടെ ദിവസമാണ്. അതിനുശേഷമാണ് ബലിപെരുന്നാൾ നമ്മളിലേക്ക് ആഗതമാകുന്നത്. ഈ രണ്ട് പെരുന്നാളുകളും ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും അവകാശപ്പെടുന്നത് യഥാർത്ഥത്തിൽ നരകമോചനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാപ്തി നേടിയ ആളുകൾക്കാണ്. ഈ ബലിപെരുന്നാള് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ പെരുന്നാളുമായി ബന്ധപ്പെടുന്നത് ഒരു കുടുംബമാണ്, ഒരു പ്രവാചകന്റെ കുടുംബമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കുടുംബത്തെ ഓർക്കാതെ ബലിപെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരികയില്ല, അതിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു തആല അയച്ച് ആ പ്രവാചകന്മാരിൽ ഈ പ്രവാചകനെ മാത്രം നിരന്തരമായി നാം ഓർക്കുന്നു? നമ്മുടെ നമസ്കാരങ്ങളിൽ, 5 വക്ത് നമസ്കാരങ്ങളിൽ, ഇപ്പോൾ നാം നമസ്കരിച്ച പെരുന്നാൾ നമസ്കാരത്തിൽ പോലും ആ ഇബ്രാഹിമി കുടുംബത്തെ ഓർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയാണ് ചില കാര്യങ്ങൾ, പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ആ പ്രവാചകനെ കുറിച്ച് അല്ലാഹു വിശേഷിപ്പിച്ചത് കാന ഉമ്മ, അതൊരു സമുദായമായിരുന്നു ആ പ്രവാചകൻ. അഥവാ ഒരു സമൂഹത്തിന്, ഒരു സമുദായത്തിന് എല്ലാ മേഖലകളിലും ആ പ്രവാചകനിൽ ഗുണപാഠമുണ്ട്. പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒരു പിതാവ് എന്ന നിലക്ക്, ഒരു മാതാവ് എന്ന നിലക്ക്, ഒരു കുടുംബം എന്ന നിലക്ക്, ഒരു മകൻ എന്ന നിലക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആ പ്രവാചകന്റെ കുടുംബത്തിൽ മാതൃകയുണ്ട് എന്നതാണ് മഹാന്മാരായ ഉലമാ വിശദീകരിച്ച ഏറ്റവും പ്രധാനമായ കാര്യം. ആ പ്രവാചകന്റെ ജീവിതത്തിൽ മുഴുവനും നമുക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനും ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായി കൊണ്ട് 2 കാര്യങ്ങൾ ആ പ്രവാചകന്റെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഒരാൾ അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുമെന്നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കുവാൻ വേണ്ടി കിനാവ് കണ്ട
ആ സംഭവം, ആ ചരിത്രം പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മകനോട് ഉപ്പ വന്നുകൊണ്ട് പറയുകയാണ്, നിന്റെ അറുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ കൽപ്പന. പ്രവാചകന്മാരുടെ കിനാവ്, സ്വപ്നം, അത് വഹിയാണ്. അങ്ങനെ ആ മകനോട് വന്ന്, ഇസ്മായിൽ എന്ന പൊന്നോമനയോട് വന്നുകൊണ്ട് പറയുകയാണ്, നിന്നെ അറുക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ കൽപ്പന. എന്താണ് മോനെ നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അത് നമ്മെല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളിലും അത് മാതൃകയാക്കിയാൽ അവരാണ് യഥാർത്ഥ മുസ്ലിം, അവനാണ് റബ്ബിന് സറണ്ടറായവൻ, അവന്റെ എല്ലാ അർത്ഥത്തിലും റബ്ബിന് വേണ്ടി സമർപ്പിച്ചവർ അവരാണ് എന്നതാണ്. ഉപ്പ വന്നുകൊണ്ട് മകനോട് പറഞ്ഞപ്പോൾ ആ മകൻ ഉപ്പയോട് പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പറഞ്ഞത്, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഈ രണ്ട് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടോ അവൻ വിജയിക്കുമെന്നാണ്. എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്നാമതായി പറഞ്ഞത്, ഉപ്പ എന്റെ പൊന്നോമനയായ മകനോട് കൊണ്ട് ഉപ്പ വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ, യാ അബതി, എന്റെ പ്രിയപ്പെട്ട വാപ്പ, ഇഫ്അൽ മാ തുഅ്മർ, അള്ളാഹു എന്താണോ താങ്കളോട് കൽപ്പിച്ചത് അത് പൂർത്തീകരിക്കുക. എന്നോട് നിങ്ങൾക്കുള്ള സ്നേഹമോ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹമോ അതിന് തടസ്സപ്പെടരുത്. ഒരു കാര്യവും അതിന്റെ മുന്നിൽ ഉണ്ടാകരുത്. റഹ്മാനായ റബ്ബ് പറഞ്ഞു എങ്കിൽ അത് ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് ഒരാളോടുള്ള സ്നേഹമോ കടപ്പാടോ ഒന്നും തടസ്സമാകരുത്. ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. രണ്ടാമതായി കൊണ്ട് പറഞ്ഞത്, ഞാൻ സബറുള്ള ക്ഷമിക്കുന്ന ആളുടെ കൂട്ടത്തിൽപ്പെട്ടതായിക്കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഉണ്ടാകണം. നമുക്ക് റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹമോ, ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹമോ, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹമോ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹമോ, കുടുംബക്കാരോടുള്ള സ്നേഹമോ, നാട്ടുകാരോടുള്ള സ്നേഹമോ ഒന്നും തടസ്സമാകരുത്. എന്റെ റബ്ബ് പറഞ്ഞു എങ്കിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ജീവിതത്തിൽ ആ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുമ്പോൾ നല്ല ക്ഷമയുള്ളവരാകണം. ക്ഷമയുള്ള ആളുകൾക്ക് ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ ദീനിന്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ ചവിട്ടിക്കൊണ്ട് അവന്റെ ഇഷ്ടാനുസരിച്ചുകൊണ്ട് അവൻ പോകും. ആർക്ക് ക്ഷമയില്ലയോ അവന്റെ കാര്യം അങ്ങനെയാണ്. അതുകൊണ്ട് റബ്ബ് എന്ത് പറഞ്ഞു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. ആ ക്ഷമയോടുകൂടി സ്വബറോടുകൂടി അവൻ ജീവിക്കുമ്പോഴാണ് അവൻക്ക് യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഫലമ്മാ അസ്ലമ, അപ്പോൾ അവർ രണ്ടുപേരും മുസ്ലിമായി എന്നതാണ്. കാരണം ഈ കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവരാണ് യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നത്. അല്ല എങ്കിൽ റബ്ബിന്റെ കൽപ്പന ഉണ്ടാകും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മതത്തിലുണ്ടാകും. പക്ഷേ അവന്റെ ജീവിതത്തിന് ഓരോ മേഖലകളിലും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അത് അവൻക്ക് അനുസരിക്കാൻ കഴിയില്ല. കാരണം നാട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, മാതാപിതാക്കൾ എന്ത് പറയും എന്നത് അവൻക്ക് തടസ്സപ്പെടുമെന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഈദുൽ അൽഹ നമുക്ക് നൽകേണ്ടതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുമായ ഏറ്റവും പ്രധാനമായ സന്ദേശം, അത് ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും റബ്ബിന്റെ കൽപ്പന അത് ഞാൻ പൂർത്തീകരിക്കും, അത് ഞാൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കും എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നത്. അതിലേറ്റവും പ്രധാനമായത് ഷഹാദത്താണ്. റഹ്മാനായ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. ആ റബ്ബിന് മാത്രമേ ഇബാദത്തിന്റെ മുഴുവൻ അംശങ്ങളും ഞാൻ നൽകുകയുള്ളൂ എന്ന പ്രഖ്യാപനം അതൊരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഇറങ്ങുമ്പോൾ ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കും. നാട്ടിൽ ഒറ്റപ്പെടും, നാട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. അവിടെ നല്ല ക്ഷമയുണ്ടാകണം. അതുകൊണ്ടാ പടച്ച റബ്ബ് പറഞ്ഞത്, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാരാണോ ആ റബ്ബിനെ ഫഅ്ബുദുഹു വസ്തബിർ ലിഇബാദതിഹി, ആ റബ്ബിനെ മാത്രമായിരിക്കണം ഇബാദത്ത് എടുക്കേണ്ടത്. ആ ഇബാദത്തിലാകട്ടെ നല്ല ക്ഷമയുള്ളവരാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയത്. റഹ്മാനായ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, റബ്ബിന് മാത്രമേ ഇബാദത്തിന്റെ മുഴുവൻ അംശങ്ങളും നൽകാവൂ. അതാണ് തക്ബീർ ധ്വനികളിലൂടെ നാം പറഞ്ഞുകൊണ്ടിരുന്നതും ഇനി ഇൻഷാ അല്ലാഹ് യാ മുത്തശ്ശരീഖിന്റെ അസർ വരെ നിരന്തരമായി ഉച്ചരിക്കേണ്ടതുമായ തക്ബീർ ധ്വനികൾ പോലും അതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായിക്കൊണ്ട് ഒരാളുമില്ല. എന്റെ പ്രയാസങ്ങളും എന്റെ സങ്കടങ്ങളും വിഷമങ്ങളും എന്റെ ആവലാദികളും മുഴുവനും റഹ്മാനായ റബ്ബിന് മാത്രമാണ്. ആ റബ്ബിനോട് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഖുൽ ഹസ്ബിയല്ലാഹ്
പ്രവാചകരെ പ്രഖ്യാപിക്കൂ, എനിക്ക് എന്റെ റബ്ബ് മതി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രവാചകരെ പ്രഖ്യാപിക്കൂ എന്ന ആ പ്രഖ്യാപനം അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ആ ആദർശം നെഞ്ചിലേറ്റ് ജീവിക്കുമ്പോൾ ഒരുപാട് സഹിക്കേണ്ടി വരും. അവിടെയൊക്കെ നല്ല ക്ഷമയുള്ളവരാകണമെന്നതാണ്. രണ്ടാമത്തത് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തത് 5 വക്ത് നമസ്കാരമാണ്. ആ കാര്യത്തിലും നല്ല ക്ഷമയുള്ള ആളുകളാകണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നീ നിന്റെ മക്കളോട് കുടുംബത്തോട് നമസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കൂ. ആ നമസ്കാരത്തിലാകട്ടെ താങ്കൾ വളരെ സ്വബറുള്ള വ്യക്തിയാകണമെന്നാണ്, സ്വബറുള്ളവരാകണമെന്നാണ്. കാരണം നല്ല ക്ഷമയുള്ള ആളുകൾക്ക് 5 വക്ത് നമസ്കാരവും റമളാനിന്റെ നോമ്പും അതേപോലെ അവന്റെ സമ്പത്തിൽ നിന്ന് 2.5% അത് കൃത്യമായി കണക്കൂട്ടി ഓരോ വർഷവും അതിനർഹപ്പെട്ടവർക്കും അതുപോലെ തന്റെ സമ്പത്തും ആരോഗ്യവും അത് ചെലവഴിച്ചുകൊണ്ട് ഹജ്ജ് എന്ന മഹത്തായ കർമ്മവും നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രിയമുള്ളവരെ പറഞ്ഞത്, റബ്ബ് പറഞ്ഞതെന്തുണ്ടോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നല്ല ക്ഷമയുള്ളവരാകണം എന്നതാണ്. അതുമാത്രമല്ല, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നല്ല സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിലാണ്. നല്ല സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ വിശ്വാസത്തിൽ സത്യസന്ധത ഉള്ളവരാകണം. നമ്മുടെ കർമ്മങ്ങളിൽ സത്യസന്ധത ഉള്ളവരാകണം. കാപട്യം ഉണ്ടാകരുത്, നിഫാഖ് ഉണ്ടാകരുത്. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ സത്യസന്ധത പുലർത്തുന്നവരാകണം. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് മക്കളോടും മക്കൾ മാതാപിതാക്കളോടും സത്യസന്ധമായ ആ ബന്ധം പുലർത്തുന്നവരാകണം. കുടുംബക്കാരുടെ കാര്യമാകട്ടെ ആ രീതിയിൽ തന്നെ, യതീമീങ്ങളുടെ കാര്യങ്ങളാകട്ടെ ആ രൂപത്തിൽ തന്നെയാണ്. മിസ്കീനും ഫഖീറും അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ സത്യസന്ധത പുലർത്തുന്ന ആളുകളാകണം. ആര് സത്യസന്ധത പുലർത്തിയോ അവർക്കാണ് വിജയമുള്ളത്, അവർക്കാണ് പരലോകത്ത് മോക്ഷം ലഭിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരന്മാരെ, ഈ ഈദുൽ അദ്ഹ നമ്മുടെ മനസ്സിലേക്ക് തരേണ്ട ഏറ്റവും വലിയ ആ ആദർശം അതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ആദർശം എന്ന് പറയുന്നത് സത്യസന്ധമായിരുന്നു. ഒരു സമയത്ത് പോലും ഒരു സന്ദർഭത്തിൽ പോലും കാപട്യം ഉണ്ടായിട്ടില്ല. സത്യസന്ധത ജീവിതത്തിൽ ഉണ്ടാകണം. സംസാരത്തിൽ സത്യസന്ധത ഉണ്ടാകണം. ഇടപാടുകളിൽ സത്യസന്ധത ഉണ്ടാവണം. കച്ചവടത്തിൽ സത്യസന്ധത ഉണ്ടാകണം. നാം ചെയ്യുന്ന ജോലി ഏതുമായി കൊള്ളട്ടെ അതിൽ സത്യസന്ധത ഉണ്ടാകണം. ഒരിക്കലും ചതിയോ കളവോ വഞ്ചനയോ ഉണ്ടാകാൻ പാടില്ല. അതും ഒരു മുസ്ലിമിന് ചേർന്നതല്ല. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തോട് സത്യസന്ധത ഉള്ളവരാകണം. ഭരണാധികാരികളോട് സത്യസന്ധമായി ആ രൂപത്തിൽ അവനുമായുള്ള ഇടപാടുകൾ ബന്ധങ്ങൾ പുലർത്തുന്നവരാകണം. സത്യസന്ധത നഷ്ടപ്പെട്ടോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ സത്യസന്ധമായ ആളുകളാകണം. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി യഥാർത്ഥ മുഅ്മിനായിക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് വെടിയാൻ പറഞ്ഞത്, അരുതെന്ന് പറഞ്ഞത്, അതിലൊന്നിനെ പോലും ഖൈറില്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യരുതെന്ന് പറഞ്ഞത്. ഒരു അണിമണി തൂക്കം അതിൽ ഖൈറുണ്ടായിരുന്നെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് അനുവദിച്ച് തരുമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് ഏതുമായിക്കൊള്ളട്ടെ, ആഘോഷ ദിവസമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തും ചെയ്യാമെന്ന് ആരും വിചാരിക്കരുത്. കാരണം ആഘോഷം ഇസ്ലാം അനുവദിച്ച് തന്നപ്പോഴും ആ ആഘോഷത്തിന്റെ ബൗണ്ടറിയും ഇസ്ലാം പറഞ്ഞു തന്നു. എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് ആഘോഷിക്കേണ്ടതെന്ന് ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞു തന്നു. അവിടെ ഹറാമുകൾ കടന്നു വരരുത്, ഹറാമുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയം ഉണ്ടാകരുത്. പ്രത്യേകിച്ച് കസിൻസ് എന്ന് പറഞ്ഞുകൊണ്ട്, അതെ എന്റെ സുഹൃത്തെന്ന് പറഞ്ഞുകൊണ്ട് ആരെയും സ്പർശിക്കാനുള്ള അവകാശം ഇസ്ലാം പറഞ്ഞിട്ടില്ല. അന്യ പെണ്ണ് തന്നെയാണ്, അന്യ ആണ് തന്നെയാണ്. അത് ആഘോഷ ദിവസമായാലും അല്ലെങ്കിലും ആ നിലക്ക് തന്നെയാണ് ഇസ്ലാം അനുവദിച്ച, ഇസ്ലാം പറഞ്ഞു തന്ന ബൗണ്ടറി എന്താണോ അതിലാണ് നിലകൊള്ളേണ്ടത്. എങ്കിൽ മാത്രമേ ഖൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വീടുകളിൽ ഖൈർ ഉണ്ടാകണം, ബറക്കത്ത് ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. എന്താ വഴി? അല്ലാഹ് പറഞ്ഞതുപോലെ ജീവിക്കുക. അല്ലാഹ് പറഞ്ഞതുപോലെ ആ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ വീടും ആ രൂപത്തിൽ മാറ്റിയെടുക്കുക. ഹറാമായ സമ്പാദ്യം ഉണ്ടാവരുത്. ആരെയും വഞ്ചിച്ചുകൊണ്ടോ അന്യായമായോ കളവ് പറഞ്ഞുകൊണ്ടോ ചതിച്ചുകൊണ്ടോ ഒരു ഉറുപ്പ പോലും സമ്പാദിക്കരുത് എന്നതാണ്. അതിൽ ഖൈർ ഉണ്ടാവില്ല, അതിൽ ബറക്കത്ത് ഉണ്ടാവില്ല, അതിൽ വലിയ നഷ്ടമാണ്.
ഉണ്ടാവുക എന്നതാണ്. അതുപോലെ തന്നെയാണല്ലോ പ്രിയമുള്ളവരെ ബലിപെരുന്നാൾ എന്ന് പറഞ്ഞ് ആ പേര് തന്നെ യൗമുൻ നഹർ, ഈദുൽ അൽഹ എന്നൊക്കെ പറയുന്നത് ഉലുഹിയ്യത്താണ്, ത്യാഗമാണ്. അത് ഏറ്റവും പ്രധാനമായത് നമ്മുടെ ജീവിതത്തിലുടനീളം നാം ത്യാഗം ചെയ്യിക്കാൻ തയ്യാറാകണമെന്നതാണ്. ത്യാഗമില്ലാത്ത ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഒരാൾക്ക് ഉലുഹിയ്യത്ത് കൊടുക്കാൻ കഴിവുണ്ടായിട്ടും അതിന് സാമ്പത്തികമായ ശേഷി ഉണ്ടായിട്ടും ഒരാൾ കൊടുക്കുന്നില്ല എങ്കിൽ ഫലാ തഖറബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരാതിരിക്കട്ടെ, അടുക്കാതിരിക്കട്ടെ. വളരെ ശക്തമായ രൂപത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. കാരണം എന്താ? ഈദുൽ അൽഹ ആഘോഷിക്കാൻ അർഹതപ്പെട്ടവരാരാണെന്നറിയോ? ത്യാഗം സഹിക്കാൻ, ആ ഒരു ബലി കൊടുക്കാൻ ജീവിതത്തെ ആരാണോ തയ്യാറാകുന്നത് അവർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ മുത്തശ്ശരീഖിന്റെ അസർ വരെ അതിനുള്ള സമയം അത് മിസ്കീനുകൾക്കുള്ള, അവർക്കും മിസ്കീനും ഫക്കീറുകൾക്കും അതിന് അവകാശപ്പെട്ടവർക്കും കുടുംബക്കാർക്കുമുള്ള മാംസമാണ്. അത് വിതരണം ചെയ്യുന്നതിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങൾ പല രാഷ്ട്രത്തും പല രാജ്യത്തുമായിക്കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെല്ലാവരെയും ഉൾപ്പെടുത്തണം. നമ്മുടെ ആ ഒരു പ്രാർത്ഥന ആദൃശ്യമായിട്ടുള്ള ഒരു സഹോദരന് വേണ്ടി, നമ്മുടെ അടുത്തില്ലാത്ത ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തക്ബീർ ധ്വനികൾ മുഴകട്ടെ. അത് ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, പ്രാക്ടിക്കൽ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബാണ് വലിയവൻ, അല്ലാഹു അക്ബർ, അവനെക്കാൾ വലുതായിക്കൊണ്ട് ഒന്നുമില്ല. എനിക്ക് എന്റെ റബ്ബാണ് വലിയവൻ, അവൻ പറഞ്ഞാൽ അതനുസരിക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ തയ്യാറാണ്. ആ റബ്ബ് വേണ്ട എന്ന് പറഞ്ഞത്, അരുതെന്ന് പറഞ്ഞത്, അത് എത്ര നന്നായി എനിക്ക് തോന്നിയാലും അത് ചെയ്യാൻ ഞാനില്ല എന്ന പ്രഖ്യാപനമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് ബലിപെരുന്നാളിന്റെ ദിവസം, പെരുന്നാളിന്റെ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് സ്വതക്ക നൽകുവാൻ വേണ്ടി പ്രത്യേകമായി കൽപ്പിക്കുമായിരുന്നു. അത് പ്രത്യേകമായ സുന്നത്താണ്. ബലിപെരുന്നാളും അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിന്റെ ദിവസങ്ങൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. മിസ്കീനുകളും ഫക്കീറുകളും കുടുംബക്കാരെയും ഒക്കെ സന്ദർശിച്ചുകൊണ്ട് ആ ബന്ധം, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, അള്ളാഹ് കൽപ്പിച്ച ബന്ധങ്ങൾ, അള്ളാഹ് കൽപ്പിച്ച ബന്ധങ്ങൾ എന്തുണ്ടോ അത് ചേർക്കണം. ആരോടും പണങ്ങി നിൽക്കരുത്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ അനിയനോട് സംസാരിക്കുന്നില്ല, അനിയൻ ജ്യേഷ്ഠനോട് സംസാരിക്കുന്നില്ല, ഭാര്യ വീട്ടുകാരോട് ഭർത്താവായ വ്യക്തി സംസാരിക്കുന്നില്ല, പണങ്ങി ജീവിക്കാണ്. എന്തിനേറെ സ്വന്തം മാതാപിതാക്കളോട് പോലും പണങ്ങി ജീവിക്കുന്ന, സംസാരിക്കാത്ത ഒരവസ്ഥ ഉണ്ട്. അത് ഉണ്ടാകരുത് യഥാർത്ഥത്തിൽ നമുക്ക്. കാരണം നരകമോചനം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബന്ധങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. റബ്ബ് പറഞ്ഞതുപോലെ ജീവിച്ച് യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച ഒരു വ്യക്തിക്ക് പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നഫ്സു മുസ്ലിമ ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനൂൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, മുഅ്മിനല്ലാത്ത, മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കെ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകണം. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങളുണ്ട്. റഹ്മാനായ റബ്ബ് അവന്റെ സഹായവും ബറക്കത്തും അവന്റെ എല്ലാ അർത്ഥത്തിലുള്ള റഹ്മത്ത് സദാസമയം നമ്മുടെ മേലും അവരുടെ മേലും വർഷിപ്പിക്കുമാറാകട്ടെ. രോഗികളായിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഹോസ്പിറ്റലിലും വീടുകളിലും ഈദ്ഗാഹിലേക്ക് വരാൻ, പള്ളിയിലേക്ക് വരാൻ സാധിക്കാതെ വീടുകളിലൊക്കെ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ വിശ്വാസികളുടെയും രോഗങ്ങളെല്ലാം അല്ലാഹു പൂർണ്ണമായി ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.